ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പ്ലേസിലേക്കാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞാനും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കാലാവസ്ഥയൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് എങ്ങനെയും പോയാലെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് കറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു നല്ല സ്ഥലം കണ്ടു. അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം. ഒരു ലേക്കും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൻ സംഭവമായിരുന്നു. അല്ലെങ്കിൽ നടന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് ലേക്ക് ബോട്ടിങ് കാര്യങ്ങളുണ്ട്, പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലത്തെ ഫുൾ മലകളും കാര്യങ്ങളായിട്ടുള്ള വ്യൂ എന്ന് വെച്ചാൽ അത് വേറെ ലെവലാണ്, അങ്ങനെ വേണം പറയാനായിട്ട്. അതും ആ സൈഡ് വ്യൂ മാത്രം നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ കിടിലം വ്യൂ ആയിരുന്നു. ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇപ്പോൾ പുതിയ സ്ഥലമായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരേ സ്ഥലം ഇങ്ങനെ കണ്ടുപിടിച്ചും അല്ലെങ്കിൽ ഒരേ സ്ഥലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ഉള്ളത് എപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇങ്ങനെ കറങ്ങാൻ പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ക്യാമ്പിങ്ങിൻ്റെ സ്പേസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പുറത്തെ സൈഡിലുണ്ട്. അവിടേക്ക് ഞങ്ങൾ പോയില്ല, കാരണം അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഒരു ക്യാരവാൻ അല്ലെങ്കിൽ ടെൻറ്റ് അടിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ള സൈനുകളാണ് ആ സൈഡിൽ. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്താണ്. അപ്പോൾ ഇപ്പുറത്ത് ഇങ്ങനെ ലേക്ക്, അതിൻ്റെ നടുക്ക് തന്നെ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു വലിയ പാർക്ക് സംഭവങ്ങളുണ്ടെന്ന് വെച്ചാൽ ഭയങ്കരമാണത്. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഫീസ് ഉണ്ട് കേട്ടോ, എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബാൻഡൊക്കെ തരും. അപ്പോൾ അതും കെട്ടി വേണം നമ്മൾ പോകാനായിട്ട് കേട്ടോ. ഉണ്ടോ, അതും കെട്ടി നമ്മളിങ്ങനെ പോവും. ഇഷ്ടമല്ല പിള്ളേർക്കാണെങ്കിൽ അവിടെ ചെന്നിട്ടാണെങ്കിൽ ഇതിൽ കയറണം, അതിൽ കയറണം, ഇവിടെ കയറണം, അവിടെ കയറണം, ഫുൾ കൺഫ്യൂഷനായിരുന്നു അവർക്ക് തന്നെ കേട്ടോ. അങ്ങനെ കണ്ടത് ഫുള്ള് ഇങ്ങനത്തെ ഒരു പാർക്കായിരുന്നു. ഞങ്ങൾ പിന്നെ അവരവിടെ കളിക്കുന്നു, ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പിള്ളേർ കളിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാരൻസിന് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ചെയേഴ്സ് ഇട്ടിട്ടുണ്ടാവും. ഓരോ നമ്മൾ ഈ ടോയുടെ ഫ്രണ്ടിലും ഇങ്ങനെ കസേരകൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ പിള്ളേരെ നോക്കാൻ. പിന്നെ നല്ല മഴക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ വീഴും മഴ, ഇപ്പോൾ വീഴും മഴ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തില്ലായിരുന്നു കേട്ടോ. കിടിലം പ്ലേസ് എന്ന് വെച്ചാൽ കിടിലം പ്ലേസ് ആണ്. പക്ഷെ ഇവിടെ ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ട് ഞാൻ പറയണതൊന്നും കേൾക്കില്ല. പക്ഷെ നല്ല മഴ പെയ്യാനുള്ള നല്ല മഴക്കാരുണ്ട് കണ്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ വന്നാൽ വൈകുന്നേരം പോകാൻ വേണ്ടിയുള്ളതുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നത്. എന്നിട്ട് പാരൻസ് ഇവിടെ ഇരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, വർത്താനം പറയുന്നു. പിള്ളേരാണെങ്കിൽ ഇവിടെ ഇരുന്ന് അർമാദിച്ച് കളിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് കേട്ടോ. എല്ലാ പാരൻസുകളും വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഫുഡ് കഴിക്കും. കണ്ട ഓരോ ഇത് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കസേര ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പാരൻസിന് ഇവിടെ ഇരുന്ന് പിള്ളേരെ നമുക്ക് നോക്കുകയും ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും നല്ല ഇതായിരുന്നു കേട്ടോ. നമ്മൾക്ക് എൻട്രി ഫീസ് ഉണ്ടെങ്കിലും നന്നായിട്ട് നമുക്ക് അതിനകത്ത് കയറി ഇതേത് പിള്ളേരാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു. അതിനും വേണ്ടും കുറേ എന്താ പറയുക, കളിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എൻട്രി ഫീസ് ഒരു ഇതായിട്ട് തോന്നാറില്ല. ഇപ്പം നമുക്ക് എൻട്രി ഫീസിൻ്റെ ഒപ്പം നമുക്ക് കോഫി അല്ലെങ്കിൽ ടീ എന്തെങ്കിലും ഒരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അത് നമ്മൾ എത്ര ടിക്കറ്റ് എടുത്തോ അതനുസരിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെയുണ്ട്, അങ്ങനെ ഒരു ഓഫറും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഇവിടെ രക്ഷയില്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യൂ ഒരു രക്ഷയില്ല. നമ്മൾ ഈ ഫോണിൽ കൂടെ കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല കിടിലൻ വ്യൂ ആണ്. നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഉണ്ട് ഫുൾ മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യൂ ഒരു രക്ഷയില്ല. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും കുറേ നേരം ഞാൻ അവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലേക്കിൻ്റെ സൈഡിലുള്ള ഈ മലകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളാണ് ഫുള്ളും കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ആ വലിയ പാർക്കിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇതേപോലെ ചെറിയൊരു പാർക്ക് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കും ഭയങ്കര ഇതാണ്. അപ്പോൾ എനിക്ക് മ്യൂസിക് ഉള്ളതുകൊണ്ട് അത് ഇടാൻ പറ്റില്ലല്ലോ. ഫുൾ മ്യൂസിക്കും കാര്യങ്ങളായിട്ട് ഇവിടെ വേറൊരു വൈബ്. കാരണം അവിടെ കുറച്ച് കുഞ്ഞു പിള്ളേർക്കുള്ള കളിക്കാനായിട്ട്, ഇവിടെ കുറച്ചും കൂടെ വലിയതായിട്ട് പിള്ളേർക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇടാം. ഞങ്ങൾ അവിടെ നിന്ന് ഒരു പൊമേഴ്സ്, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നത് കണ്ട
ഇവിടെയാണെങ്കിൽ നമുക്ക് ഇറങ്ങി നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അവിടെ ആൾക്കാർ കുളിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കുളിക്കുക അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതെല്ലാം കണ്ട് ഇവിടെ ഇങ്ങനെ ഈ ബെഞ്ചിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇത് ചെയ്തു കേട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പ്രത്യേകിച്ച് സന്ധ്യ സമയം കൂടി ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയൊരു അവധി ദിവസമല്ല അല്ല വെറുതെ ഞങ്ങളൊരു ഡ്രൈവ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലേസ് കണ്ടു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വണ്ടി നിർത്തി അങ്ങനെ കയറി കണ്ടതാണ്. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.